ഹായ് ഫ്രണ്ട്സ്, ജാസ്മീഡിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ ആഫ്രിക്കൻ മൊയിൻ്റെ ടാങ്കിലേക്ക് നമ്മൾ പിലോപ്പിനെ മാറ്റാൻ പോവുകയാണ് മച്ചന്മാരെ. ഇന്നത്തെ ആഫ്രിക്കൻ മൊയിനൊക്കെ നമ്മൾ വിറ്റിട്ട് ഒന്നിനെ നമ്മൾ കറി വെച്ചല്ല നമ്മളെ ഗ്രില്ല് ചെയ്തേനി. അതിൻ്റെ വീഡിയോ ഒക്കെ വരുന്നുണ്ട്. വെയിറ്റ് ചെയ്യുക, ഒന്ന് എഡിറ്റിങ് കാര്യങ്ങളൊക്കെ ഉണ്ട്, അതൊക്കെ ഒന്ന് ചെയ്യാണ്ട്. അപ്പോൾ നമ്മൾ ഇതിലാണ് നമ്മൾ പിലോപ്പിനെ വളർത്തിയത്. അപ്പോൾ ഇതിൽ സ്പേസും കാര്യങ്ങളും ഇല്ല. അപ്പോൾ നമ്മൾ ഇതൊന്ന് മാറ്റിയിട്ട് നമ്മളെ വലിയ ടാങ്കിലേക്ക് പിലോപ്പിനെ ഇടാൻ പോവുകയാണ് മച്ചന്മാരെ. ഇതിൽ സ്പേസൊന്നും ഇല്ല, അത്യാവശ്യം പിലോപ്പി ഉണ്ട്. നമ്മൾ പിലോപ്പി കൃഷിയിലൂടെ ലാഭം കൊയ്യാൻ നോക്കുകയാണ്. പല തീറ്റ ഒക്കെ കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഇതിലിട്ടിട്ട് ഇനി കാര്യമില്ല, നമ്മൾ വലിയ ടാങ്കിലേക്ക് മാറ്റണം. അപ്പോൾ ഇതിൽ അത്യാവശ്യം വെള്ളം ഉണ്ട് കേട്ടോ മച്ചാന്മാരെ. വെള്ളം നമ്മൾ മാറ്റൽ മാസത്തിലൊക്കെ മാറ്റുള്ളൂ. കാരണം പിലോപ്പികൾക്ക് ഈ പൂപ്പലുള്ള വെള്ളമാണ് വേണ്ടത്, പച്ചവെള്ളം. വെള്ളം അങ്ങനെ മാറ്റാറില്ല. പിന്നെ ഇതിൽ പൈപ്പും കാര്യങ്ങളൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട് മീനുകൾക്ക് കയറി നിൽക്കാൻ വേണ്ടി. അപ്പോൾ നമ്മളെ വീഡിയോ ഇഷ്ടപ്പെട്ട സബ്സ്ക്രൈബ് ചെയ്യുക, അടുത്തുള്ള ബെല്ലൈക്കണൊക്കെ ഒന്ന് എനാബിൾ ചെയ്ത് വെക്കുക. നിങ്ങൾക്ക് ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോ നോട്ടിഫിക്കേഷനായി എത്തിച്ചേരുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾ ലൈക്ക് അടിക്കാൻ മറക്കുന്നുണ്ട് മച്ചാന്മാരെ. കഴിഞ്ഞ വീഡിയോയിൽ നല്ല വ്യൂസ് ഉണ്ട്, സബ്സ്ക്രൈബേഴ്സും ഉണ്ട്, പക്ഷേ ലൈക്ക് കുറവാണ്. ലൈക്ക് അടിക്ക്, സപ്പോർട്ട് ചെയ്യാം. മീനൊക്കെ കാണാൻ വേണ്ടിയിട്ട് നമ്മൾ പൈപ്പിൻ്റെ ഉള്ളിലൊക്കെ മീൻ വെച്ചാൽ മതി. നമ്മൾ ഈ പൈപ്പിൻ്റെ ഉള്ളിൽ പൈപ്പ് ഇട്ട് കൊടുത്തത് നിങ്ങൾക്ക് കയറി നിന്നോട്ടെ. വെയിലൊക്കെ ഉണ്ടാകുമ്പോൾ നല്ല വെള്ളം ചൂടാകുമ്പോൾ അതിനുള്ളൊന്നും കയറി നിന്നോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് പൈപ്പ് ഇട്ട് കൊടുത്തത്. ഇറ്റകൾ പിന്നെ കുറച്ച് വെള്ളം മതി കേട്ടോ. പിലോപ്പിയല്ലേ, ഇറ്റകൾക്ക് കുറച്ച് വെള്ളം മതി, അതിലും ജീവിക്കും. നല്ല ആയുസ്സുള്ള മീനാണ്. എത്ര ഒരു അരമണിക്കൂർ കരയിട്ടാലും ഇറ്റകൾ ജീവിക്കും. ഒന്ന് ചൂണ്ടിട്ട് പിടിച്ചാലും ജീവൻ ഉണ്ടാവും. നമ്മൾ വളർത്താൻ പറ്റും. അങ്ങനെയും ജീവിക്കാൻ അങ്ങനെ സാധനമാണ്. എല്ലാവരും ആയിരിക്കും ഇതെന്താ ഇങ്ങനെ അമർത്തിയൊക്കെ പിടിക്കുന്നത്. ഒരു കുഴപ്പമില്ല അച്ഛന്മാരെ. പിലോപ്പിനെ അങ്ങനെ പിടിച്ചാൽ ഒരു കുഴപ്പമില്ല, ചിലപ്പോൾ ഒന്നും ആവില്ല, സത്തൊന്നും പോവില്ല. നമ്മളെ പുതിയ ദമ്മ് വീഡിയോ വരുന്നുണ്ട് അച്ഛന്മാരെ, എല്ലാവരും കാത്ത് നിൽക്കുക. നമ്മളെ ആഫ്രിക്കൻ മൊയിൻ ഉണ്ടാക്കുന്ന ഒരു വീഡിയോ വരുന്നുണ്ട്, അടിപൊളി വീഡിയോ. ഇപ്പോൾ സബ്സ്ക്രൈബ് ചെയ്ത് കൂടിക്കോളി, അതെല്ലാവർക്കും കാണാം. അച്ഛന്മാർ നിങ്ങളുടെ നാട്ടിൽ ഇതിനെന്താ പറയുക, മീൻ എന്താ പറയുക? ഞങ്ങളുടെ നാട്ടിൽ പിലോപ്പി സിലോപ്പി എന്നൊക്കെ പറയട്ടോ. നിങ്ങളുടെ നാട്ടിൽ ഇതിനെന്താ പറയുക ജസ്റ്റ് കമൻറ്റ് ചെയ്യട്ടോ, സ്ഥലപ്പേരും ഒന്ന് കമൻറ്റ് ചെയ്യും. നമുക്കറിയാമല്ലോ നിങ്ങളുടെ നാട്ടിൽ എന്തൊക്കെ പറയുന്നത്. നിങ്ങളുടെ നാട്ടിലൊക്കെ വരുമ്പോൾ വണ്ടിങ്ങിന് വരുമ്പോഴേ നിങ്ങൾ ഈ പേര് പറഞ്ഞാൽ മതിയല്ലോ മീനെ കുറിച്ച്. ഞങ്ങൾ പിലോപ്പി എന്നൊക്കെ പറയും. അപ്പോൾ നിങ്ങളുടെ നാട്ടിൽ വരുമ്പോൾ എന്ത് പിലോപ്പി ആയിരിക്കും. നമ്മൾ നമ്മൾ എണ്ണ മറന്നു കേട്ടോ, അത്യാവശ്യം ഉണ്ടെന്ന് തോന്നുന്നു. ഇങ്ങനെയൊക്കെ എത്ര നേരം വെച്ചാലും ഇത്ര ജീവിക്കും കേട്ടോ. ഞാൻ വീഡിയോക്ക് വേണ്ടി കാട്ടി തന്നാണ്. അപ്പം നമുക്ക് ഇതിലേക്ക് വലിയ ടാങ്കിലേക്ക് മാറ്റാം. ഇവലും ഒന്ന് ഹാപ്പി ആയിക്കോട്ടെ. കുറേ നാളായില്ലേ ഈ ചെറിയ കൂട് നിന്നാണ്ട് നിൽക്കണ്. നമ്മളിതിലേക്ക് മാറ്റുമ്പോൾ അടിപൊളിയാണ് വെച്ചാൽ മതി. നല്ല ആയുണ്ട്. ഞാൻ ഒറ്റയ്ക്ക് കുഴിച്ചതാണ്. അച്ഛൻ സിമെൻറ്റൊക്കെ തേച്ചതാണ്. ഇവളുടെ ദിവസങ്ങളിൽ വന്ന് ക്ലാസ്സില്ലാത്ത സമയത്ത് വന്ന് കുഴിച്ച് ആയം കൂടി അറിഞ്ഞില്ല, അമ്പായിപ്പോയി. അത്യാവശ്യം സിമെൻറ്റും ചിലവായി, പൂയൊക്കെ ചിലവായിട്ട് ഉണ്ടാക്കി. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട് സബ്സ്ക്രൈബ് ചെയ്യുക, അടുത്തുള്ള ബെല്ലൈക്കണൊക്കെ എനാബിൾ ചെയ്ത് വെക്കുക. അപ്പോൾ മച്ചന്മാരെ വീഡിയോ ഇഷ്ടപ്പെട്ട സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കില്ല കേട്ടോ. നിങ്ങളെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ചെയ്യുക മറക്കരുത്. എന്തെങ്കിലും പോരായ്മകളൊക്കെ ഉണ്ടെങ്കിൽ, വീഡിയോൻ്റെ പോരായ്മകളൊക്കെ ഉണ്ടെങ്കിൽ ഒക്കെ കമൻറ്റ് ചെയ്യുക, ഒന്നും മടിക്കരുത്. എന്താണെങ്കിലും കമൻറ്റ് ചെയ്യുക. പിന്നെ നമ്മൾ വല കെട്ടിട്ട് മച്ചന്മാരെ, ഡബിൾ കോട്ട് വല കെട്ടണ്. മീനുകളും ഹാപ്പി, നമ്മളും ഹാപ്പി. വെള്ളം കൂടിയ മീനൊക്കെ പോയി വരച്ചിട്ട് നമ്മൾ ഡബിൾ കോട്ട് വല കെട്ടും. അടുത്ത വീഡിയോയിൽ കാണാം.